എല്ലാവർക്കും നമസ്കാരം. ലേൺ വിത്ത് ശ്രീയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ 6ാം സ്റ്റാൻഡേർഡിലെ കേരള സിലബസ് 6ാം സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിൽ നിന്നും മിഡീവൽ ഇന്ത്യ സൊസൈറ്റി റിസോഴ്സ് ആൻഡ് ട്രേഡ് എന്ന ചാപ്റ്റർ, മധ്യകാല ഇന്ത്യ സമൂഹം വിഭവം വിനിമയം, അതിൽ നിന്നും പാർട്ട് 1 വീഡിയോയിലൂടെ മധ്യകാലഘട്ടത്തിൽ, അതായത് സൽത്തനത്ത് മുഗൾ ഭരണ കാലഘട്ടങ്ങളിലെ കാർഷിക പുരോഗതി, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ അന്നത്തെ നെയ്ത്ത്, കൈത്തൊഴിലുകൾ, പട്ടണങ്ങളിലെ പ്രധാനപ്പെട്ട തൊഴിലുകൾ എന്തൊക്കെയായിരുന്നു, പിന്നെ പ്രധാനപ്പെട്ട സഞ്ചാരികൾ അല്ലേ, ട്രാവലേഴ്സ് എന്തൊക്കെയാണ് നമ്മുടെ മധ്യകാല നഗരങ്ങളെക്കുറിച്ച് പറഞ്ഞത്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ മനസ്സിലാക്കി. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അവിടുത്തെ നഗരവും വാണിജ്യവും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മളൊരു എക്സ്ട്രാക്റ്റോട് കൂടിയാണ് ടൗൺസ് ആൻഡ് ട്രേഡ് അത് നമ്മൾ ആരംഭിക്കുന്നത്. അതായത് ഇറ്റാലിയൻ ട്രാവലറായ നിക്കോളോ കോണ്ടി, അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്ട്രാക്റ്റോട് കൂടിയാണ് ആരംഭിക്കുന്നത്. ടൗൺസ് ആൻഡ് ട്രേഡ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്: ദി ഗ്രേറ്റ് ടൗൺ വിജയനഗര ഈസ് സിറ്റുവേറ്റഡ് നിയർ സ്റ്റീപ്പ് മൗണ്ടൻ റേഞ്ചസ്. ദർ ആർ അട്രാക്റ്റീവ് ഗാർഡൻസ് ആൻഡ് ഗ്രോവ്സ് ഇൻ ദിസ് ടൗൺ. ദ മാർക്കറ്റ്സ് ഓഫ് ദിസ് പ്രോസ്പെറസ് ടൗൺ ആർ ഫുൾ ഓഫ് കോസ്റ്റ്ലി ഗുഡ്സ്. അതായത് വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് നിക്കോളോ കോണ്ടി പറഞ്ഞ എന്താണ്? വിജയനഗര സാമ്രാജ്യം എന്ന മഹാനഗരി കീഴ്ക്കാം തൂക്കായ മലനിരകൾക്കരികിലാണ്. നഗരത്തിൽ ആകർഷകമായ ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഒക്കെയുണ്ട്. സമ്പൽ സമൃദ്ധിയുടെ കേദാരമായ ഈ നഗരത്തിലെ അങ്ങാടികളെല്ലാം തന്നെ, മാർക്കറ്റുകളെല്ലാം തന്നെ വില പിടിച്ച വസ്തുക്കളെ കൊണ്ട് നിറഞ്ഞവയാണ് എന്നാണ് നിക്കോളോ കോണ്ടി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഇന്ത്യയിൽ മധ്യകാല ഇന്ത്യ സന്ദർശിച്ച ഒരു സഞ്ചാരി, ഇറ്റാലിയൻ സഞ്ചാരിയാണ്. ആരെന്ന് പറയുന്നത്? നിക്കോളോ കോണ്ടി. നെക്സ്റ്റ് പേജിലേക്ക് നമ്മൾ വരുമ്പോൾ, ഹാവ് യു റീഡ് ദ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് വിജയനഗര ബൈ നിക്കോളോ കോണ്ടി, ദ ഇറ്റാലിയൻ ട്രാവലർ ഹു വിസിറ്റഡ് ഇന്ത്യ. ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരിയായ നിക്കോളോ കോണ്ടിയുടെ വാക്കുകളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സ്ട്രാക്റ്റ്, ആ വിവരണമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. ദി അഗ്രികൾച്ചറൽ പ്രോഗ്രസ് ക്രിയേറ്റഡ് ഫേവറബിൾ കണ്ടീഷൻസ് ഫോർ ദി പ്രോസ്പിരിറ്റി ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. അപ്പോൾ അന്നത്തെ കാലത്ത് കാർഷിക രംഗത്തെ പുരോഗതി വാണിജ്യ രംഗത്ത്, അല്ലെങ്കിൽ വാണിജ്യത്തെ അഭിവൃദ്ധിപ്പെടുത്താനുള്ള സാഹചര്യമൊരുക്കുകയുണ്ടായി. നമ്മൾ പറഞ്ഞു, കാർഷിക രംഗത്ത് ഒരുപാട് പുരോഗതി മധ്യകാലഘട്ടത്തിലല്ലേ, അന്നത്തെ സൽത്തനത്ത് മുഗൾ ഭരണാധികാരികളൊക്കെ ഒരുപാട് കാർഷിക രംഗത്ത് പുരോഗതി ഉണ്ടാക്കിയതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചു. അപ്പോൾ ഈ കാർഷിക രംഗത്തെ പുരോഗതി പിന്നീട് എന്തിന് അഭിവൃദ്ധി ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഏതിലേക്ക്, പുരോഗതിയിലേക്ക് നയിക്കുകയാണ്? കച്ചവടത്തെ, വാണിജ്യത്തെ അഭിവൃദ്ധിപ്പെടുത്താനുള്ള സിറ്റുവേഷൻസ് ഒരുക്കുകയാണ്, സാഹചര്യങ്ങൾ ഒരുക്കുകയുണ്ടായി. ഇന്ത്യൻ സ്പൈസസ്, ടെക്സ്റ്റൈൽസ്, ലെതർ, ജെംസ്, സാൻഡൽ, മെറ്റൽസ്, പേൾ, ഐവറി എറ്റ്സെട്ര വെയർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഇൻ ഫോറിൻ കൺട്രീസ്. നമ്മുടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളായ, ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ എന്നും വിദേശികൾക്ക് വിലപിടിപ്പുള്ളതാണല്ലേ. അപ്പോൾ ഇന്ത്യയിലെ സുഗന്ധ വ്യഞ്ജനങ്ങൾ, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ്, തുണിത്തരങ്ങൾ, തുകൽ, രത്നങ്ങൾ, ചന്ദനം, അതുപോലെ ലോഹങ്ങൾ, ആനക്കൊമ്പ്, ഇങ്ങനെയുള്ളവ പുറം നാടുകളിൽ പ്രിയപ്പെട്ട വിഭവങ്ങൾ ആയിരുന്നു. മനസ്സിലായല്ലോ? ഇവിടുത്തെ ഇന്ത്യൻ സ്പൈസസ് ആയിക്കോട്ടെ, ടെക്സ്റ്റൈൽസ്, തുണിത്തരങ്ങൾ, അതുപോലെ ലെതർ, തുകൽ ഉൽപ്പന്നങ്ങൾ, ജെംസ്, രത്നങ്ങൾ, സാൻഡൽ, ചന്ദനം, അതുപോലെ മെറ്റൽസ്, പേള്, ഐവറി, ആനക്കൊമ്പ്, ഇങ്ങനെയുള്ള എല്ലാം തന്നെ ഗ്രേറ്റ് ഡിമാൻഡ് ഇൻ ഫോറിൻ കൺട്രീസ്. ദീസ് കമ്മോഡിറ്റീസ് അട്രാക്റ്റഡ് ട്രേഡേഴ്സ് ടു ഇന്ത്യ. ഈ സാധനങ്ങളാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളാണ്, ഈ വിഭവങ്ങളാണ് വ്യാപാരികളെ നമ്മുടെ ഇന്ത്യയിലേക്ക് അട്രാക്റ്റ് ചെയ്തത്, ആകർഷിച്ചത്. സെവറൽ ട്രേഡേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് റീച്ച്ഡ് ഇന്ത്യ ഇൻ മിഡീവൽ പീരീഡ്. അങ്ങനെ മധ്യകാലഘട്ടത്തിൽ ഒരുപാട് ട്രേഡേഴ്സ്, കച്ചവടക്കാർ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. ദ ഫോറിനേഴ്സ് ഹു എൻഗേജ്ഡ് ഇൻ ട്രേഡ് വിത്ത് ഇന്ത്യ. അപ്പോൾ നമ്മളെ ഇന്ത്യയുമായിട്ട് വ്യാപാരം നടത്തിയ ഫോറിനേഴ്സ്, പുറം രാജ്യക്കാർ ആരെല്ലാമായിരുന്നു എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ചൈനീസ്, അറബ്സ്, പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. ആരെല്ലാമായിരുന്നു? ചൈനക്കാർ, അറബികൾ,
പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ ഇവരൊക്കെ നമ്മളുമായിട്ട് വാണിജ്യബന്ധം നടത്തിയ ഫോറിനേഴ്സ് അല്ലെങ്കിൽ വിദേശികൾ ആയിരുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് എന്തായിരുന്നു? നമ്മുടെ കാർഷിക രംഗത്തെ, മധ്യകാല ഇന്ത്യയിലെ കാർഷിക രംഗത്തെ പുരോഗതി പിന്നീട് വാണിജ്യ രംഗത്തും പുരോഗതി പ്രാപിക്കുന്നതിനുള്ള അവസരമൊരുക്കി. നമ്മുടെ ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങളും തുണിത്തരങ്ങൾ, തുകൽ, രത്നങ്ങൾ, ചന്ദനം, ലോഹങ്ങൾ, മുത്ത്, ആനക്കൊമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വസ്തുക്കളെല്ലാം പുറം നാടുകളിൽ വളരെയധികം പ്രിയപ്പെട്ട വിഭവങ്ങളായിരുന്നു. ഇവ കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ ഈ വിഭവങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ഈ വിഭവങ്ങളാണ് വ്യാപാരികളെ നമ്മുടെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി കച്ചവടക്കാർ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് എത്തുകയുണ്ടായി. നമ്മുടെ ഇന്ത്യയുമായി വ്യാപാരം നടത്തിയ പുറം നാട്ടുകാർ ആരെല്ലാമായിരുന്നു? ചൈനക്കാർ, അറബികൾ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ എന്നിവരായിരുന്നു. ഇനി അതുപോലെ തന്നെ കാലിക്കോ ആൻഡ് കാലിക്കട്ട് എന്താണ് പറയുന്നത്? അവിടെ ഒരു കോളത്തിൽ കൊടുത്തിട്ടുള്ളതാണ്. കോട്ടൺ ടെക്സ്റ്റൈൽസ് വെയർ എക്സ്പോർട്ടഡ് ഫ്രം കാലിക്കറ്റ്. കോട്ടൺ തുണിത്തരങ്ങൾ കോഴിക്കോട് നിന്നും എന്ത് ചെയ്തിരുന്നു? മറ്റ് സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ഇപ്പോൾ പരുത്തി തുണികൾ കോഴിക്കോട് നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് ധാരാളമായിട്ട് കയറ്റുമതി ചെയ്തിരുന്നു. ദീസ് ടെക്സ്റ്റൈൽസ് വെയർ നോൺ ആസ് കാലിക്കോ. അപ്പോൾ ഈ തുണിത്തരങ്ങളെയാണ് യൂറോപ്യൻ വിപണിയിൽ അറിയപ്പെട്ടിരുന്ന പേര് കാലിക്കോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാലിക്കോ ഇൻ ദ യൂറോപ്യൻ മാർക്കറ്റ്. കോഴിക്കോട് വാസ് കോൾഡ് കാലിക്കറ്റ് ബൈ ദ യൂറോപ്യൻസ്. യൂറോപ്യന്മാർ കോഴിക്കോടിനെ വിളിച്ചിരുന്നത് കാലിക്കറ്റ് എന്നുമായിരുന്നു. മനസ്സിലായല്ലോ? കോഴിക്കോട് നിന്നും പരുത്തി തുണികൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ഈ തുണിത്തരങ്ങൾ യൂറോപ്യൻ വിപണിയിൽ കാലിക്കോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ യൂറോപ്യന്മാർ കോഴിക്കോടിനെ വിളിച്ചിരുന്ന പേര് കാലിക്കറ്റ് എന്നുമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതുപോലെ തന്നെ രണ്ടുപേരുടെ ഡിസ്ക്രിപ്ഷൻ, ആ ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് നമുക്ക് ബാക്കി എന്താണ് അതിൽ വിവരിച്ചിട്ടുള്ളതെന്ന് പറയാം. അതായത് ഇബിൻ ബത്തൂത്ത അതുപോലെ റാൽഫ് ഫിച്ച് ഇവരെന്താണ് നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഇബിൻ ബത്തൂത്ത എന്താണ് പറഞ്ഞത്? ടൗൺസ് ഇൻ ഇന്ത്യ ആർ ഹൈലി പോപ്പുലസ് ആൻഡ് വെൽത്തി. നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയിലെ നഗരങ്ങൾ വളരെയധികം ജനസംഖ്യയും സമ്പത്തും നിറഞ്ഞതാണ് നമ്മുടെ ഇന്ത്യയിലെ നഗരങ്ങൾ. അതുപോലെ തന്നെ ദ സ്ട്രീറ്റ്സ് ഓഫ് ദി സിറ്റീസ് വെയർ ഫ്ലഡഡ് വിത്ത് ഡൈവേഴ്സ് ഗുഡ്സ്. നമ്മുടെ ഇന്ത്യൻ തെരുവുകൾ, നഗരങ്ങളുടെ തെരുവോരങ്ങൾ എന്ന് പറയുന്നത് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ കമ്പോളങ്ങളാണ്. ഡൽഹി ആൻഡ് ദൗലതാബാദ് ആർ കളർഫുൾ സിറ്റീസ്. ഡൽഹിയും അതുപോലെ ദൗലതാബാദും വർണ്ണാഭമായ പട്ടണങ്ങളാണ്. ഇതാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഇബ്നു ബത്തൂത്ത പറഞ്ഞിട്ടുള്ളത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വലിയ ജനസംഖ്യയും അതുപോലെ സമ്പത്തും ഒക്കെ നിറഞ്ഞ നഗരങ്ങളാണ് ഇന്ത്യയിലുള്ളതെന്നും അതുപോലെ നഗരങ്ങളുടെ തെരുവോരങ്ങളെന്ന് പറയുന്നത് വളരെയധികം ഡൈവേഴ്സിറ്റി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ കമ്പോളങ്ങളാണ്. ഏറ്റവും കൂടുതൽ വർണ്ണാഭമായ പട്ടണങ്ങളെന്ന് പറയുന്നത് ഡൽഹിയും ദൗലതാബാദുമാണെന്നാണ് ആര് പറഞ്ഞത്? ഇബ്നു ബത്തൂത്ത. ഇനി റാൽഫ് ഫിച്ച് എന്താണ് പറഞ്ഞത്? ആഗ്ര, ഫത്തേപൂർ സിക്രി ആൻഡ് അഹമ്മദാബാദ് ആർ ബിഗർ ദാൻ ലണ്ടൻ. നമ്മുടെ ഇവിടുത്തെ ആഗ്രയും ഫത്തേപൂർ സിക്രിയും അതുപോലെ അഹമ്മദാബാദും ലോകത്ത് തന്നെ ഏറ്റവും വലിയ നഗരമായ ലണ്ടനേക്കാൾ വലുതാണെന്നാണ് റാൽഫ് ഫിച്ച് പറയുന്നത്. പിന്നെ എന്താണ് അദ്ദേഹം പറയുന്നത്? ഡൽഹി ഈസ് എ ബിഗ് ആൻഡ് വെൽത്തി സിറ്റി. ഡൽഹി എന്ന് പറയുന്നത് വളരെ വലുതും സമ്പന്നവുമായ ഒരു നഗരമാണ്. അപ്പോൾ ഓരോ ട്രാവലേഴ്സും, നമ്മുടെ ഇന്ത്യ സന്ദർശിക്കുന്ന ഓരോ സഞ്ചാരികളും അവരുടെ വിവരണങ്ങളിൽ നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് എത്രമാത്രം സമ്പൽ സമൃദ്ധമായിരുന്നു ഇന്ത്യ എന്ന് വിവരിക്കുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് പേജിൽ നമ്മൾ നോക്കുമ്പോൾ ഹാവിൻ യു ലിസൺ ടു ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇന്ത്യൻ ടൗൺസ് ബൈ ഇബിൻ ബത്തൂത്ത, ദി Moroccan traveler who visited during the Sultanate period, and Ralph Fitch, the English traveler who visited during the Mughal period. അപ്പോൾ നമ്മൾ ഈ വായിച്ച ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കോ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്തയും അതുപോലെ മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരിയായ റാൽഫ് ഫിച്ചും നമ്മുടെ ഇന്ത്യൻ നഗരങ്ങളെക്കുറിച്ച് പറഞ്ഞ ഡിസ്ക്രിപ്ഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലെങ്കിൽ വായിച്ചത്. വാട്ട് ഇൻഫർമേഷൻ ക്യാൻ യു ഗാദർ ഫ്രം ദം എബൌട്ട് ദ ഇന്ത്യൻ ടൗൺസ് ഓഫ് ദാറ്റ് പീരിയഡ് ഡിസ്കസ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ നഗരങ്ങളെക്കുറിച്ച് ഈ വിവരണങ്ങളിൽ നിന്ന് എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നാണ് പറയുന്നത്. ടൗൺസ് ഡെവലപ്ഡ് അറൗണ്ട് ദ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് ആൻഡ് മാർക്കറ്റ്സ്. അന്നത്തെ
ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അന്നത്തെ നഗരങ്ങൾ ഉൽപ്പാദന കേന്ദ്രങ്ങളെയും ചന്തകളെയും മാർക്കറ്റുകളെയും ഒക്കെ കേന്ദ്രീകരിച്ചായിരുന്നു, അല്ലെങ്കിൽ കമ്പോളങ്ങളെയൊക്കെ കേന്ദ്രീകരിച്ചാണ് നഗരങ്ങൾ വളർന്നു വന്നത്. മനസ്സിലായല്ലോ. ടൗൺസ് ഡെവലപ്ഡ് അറൗണ്ട് ദി പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് ആൻഡ് മാർക്കറ്റ്സ്. ധാക്ക, പൈത്താൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുരൈ എറ്റ്സെട്ര വേർ ദി ടൗൺസ് ദാറ്റ് ഡെവലപ്ഡ് ദിസ് വേ. അങ്ങനെ ആ മാർഗങ്ങളിലൂടെ ഇപ്പോൾ പറഞ്ഞ ഉൽപ്പാദന കേന്ദ്രങ്ങളെയും ചന്തകളെയും കേന്ദ്രീകരിച്ചാണ് നഗരങ്ങൾ വളർന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇങ്ങനെ വളർന്നു വന്ന നഗരങ്ങളാണ് ധാക്ക, പൈത്താൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുര തുടങ്ങിയവ. ആർട്ടിസൻസ്, ട്രേഡേഴ്സ്, ഓഫീസേഴ്സ്, സെർവൻസ്, സ്ലേവ്സ് ആൻഡ് സോ ഓൺ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ അർബൻ പോപ്പുലേഷൻ. അർബൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നഗരവാസികളായിട്ടുള്ള അല്ലേ. അപ്പോൾ കൈത്തൊഴിൽ ചെയ്തിരുന്നവരാണ് ആർട്ടിസൻസ്. അതുപോലെ ട്രേഡേഴ്സ് കച്ചവടക്കാർ, ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥർ, സെർവൻസ് പരിചാരകർ, സ്ലേവർ അടിമകൾ അല്ലേ, സ്ലേവ്സ്. അപ്പോൾ ഇവരെല്ലാം തന്നെ നഗരവാസികളിൽ ഇവരെല്ലാവരും ഉൾപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ഉൽപ്പാദന കേന്ദ്രങ്ങളെയും ചന്തകളെയും കേന്ദ്രീകരിച്ചാണ് നഗരങ്ങൾ വളർന്നു വന്നത്. ഇത്തരത്തിൽ വളർന്നു വന്ന നഗരങ്ങളാണ് ധാക്ക, പൈത്താൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുര തുടങ്ങിയവ. അതുപോലെ അവിടുത്തെ അർബൻ പോപ്പുലേഷൻ, നഗരവാസികൾ അല്ലെങ്കിൽ നഗരജനതയിൽ ആരെല്ലാം ഉൾപ്പെട്ടിരുന്നു? ആർട്ടിസൻസ്, ട്രേഡേഴ്സ്, ഓഫീസേഴ്സ്, സെർവൻസ്, സ്ലേവ്സ് ഇങ്ങനെയുള്ളവരെല്ലാം ഉൾപ്പെട്ടിരുന്നു. ഇനി തൊട്ട് താഴെയായിട്ട് നമുക്കൊരു മാപ്പ് തന്നിട്ടുണ്ട്. ആ മാപ്പിൽ നോക്കിയിട്ട് ഫൈൻഡ് ഔട്ട് ദ മേജർ ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് മിഡീവൽ ഇന്ത്യ ഫ്രം ദി ഗിവൺ മാപ്പ്. ആ മാപ്പിൽ നോക്കിയിട്ട് മധ്യകാല ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ, നമ്മൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ആ വാണിജ്യ കേന്ദ്രങ്ങൾ അതിൽ നോക്കി മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് നമ്മൾ വരുമ്പോൾ അവരുടെ വർക്ക്ഷോപ്സ് അതിനെക്കുറിച്ചാണ് പറയുന്നത്. വർക്ക്ഷോപ്സിനെ കുറിച്ച് ആര് പറഞ്ഞിട്ടുള്ള ബെർണിയർ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അവരുടെ തൊഴിൽ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ്. ബിഗ് റൂംസ് വെയർ കാർഖാനാസ് ഫങ്ഷൻ ആർ ഫൗണ്ട് ഇൻ മെനി പ്ലേസസ്. എംബ്രോയ്ഡറീസ് വർക്കിംഗ് അണ്ടർ എ സൂപ്പർവൈസർ ആർ ഫൗണ്ട് ഇൻ വൺ റൂം. ഗോൾഡ് സ്മിത്ത്സ് ഇൻ അനദർ. ഡയേഴ്സ് ആൻഡ് കോബ്ലേഴ്സ് വർക്ക് ഇൻ ഡിഫറെൻറ്റ് റൂംസ്. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കാർഖാനകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മുഗൾ രാജാക്കന്മാരുടെയും അതുപോലെ പ്രഭുക്കന്മാരുടെയൊക്കെ കൊട്ടാരങ്ങളിലേക്ക് അവരുടെ വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന കേന്ദ്രങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? കാർഖാനാസ്. അവർക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി മുഗൾ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കുമൊക്കെ അവർ താമസിക്കുന്ന കൊട്ടാരങ്ങളിലും മണിമാളികളിലുമൊക്കെ താമസിച്ച് അവർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന അങ്ങനെയുള്ള കേന്ദ്രങ്ങളാണ് കാർഖാനകൾ എന്നറിയപ്പെടുന്നത്. ഈ കാർഖാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും എന്ത് ചെയ്യാം, കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ എംബ്രോയ്ഡറീസ് വർക്കിംഗ് അണ്ടർ എ സൂപ്പർവൈസർ ആർ ഫൗണ്ട് ഇൻ വൺ റൂം. ഒരു മുറിയിലാണെങ്കിൽ മേൽനോട്ടക്കാരൻ സൂപ്പർവൈസറിന് കീഴിൽ ചിത്രത്തുന്നൽ നടത്തുന്നവരെ കാണാമെങ്കിൽ മറ്റൊരു റൂമിൽ നമുക്ക് ആരെ കാണാനായിട്ട് സാധിക്കും? ഗോൾഡ് സ്മിത്ത് അല്ലേ, സ്വർണ്ണപ്പണി നടത്തുന്നവരെ കാണാനായിട്ട് എടുക്കുന്നവരെ കാണാം. അതുപോലെ തന്നെ അടുത്തൊരു റൂമിലേക്ക് നമ്മൾ പോകുമ്പോൾ ഡയേഴ്സ് ആൻഡ് കോബ്ലേഴ്സ്, ചായം പൂശുന്നവർ അങ്ങനെയുള്ളവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ചെരുപ്പുണ്ടാക്കുന്നവരെ അല്ലേ, ചെരുപ്പ് കുത്തി അവരെ കാണാനായിട്ട്, അങ്ങനെ ഓരോ മുറികളിലായിട്ട് ഈ കൊട്ടാരത്തിലേക്കും പ്രഭുക്കന്മാർക്കും വേണ്ടി വർക്ക് ചെയ്യുന്ന കാർഖാനകളിലെ ജോലികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗിവൺ എബോവ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ബർണിയർ ദ ഫ്രഞ്ച് ട്രാവലർ അബൌട്ട് ദി വർക്ക്ഷോപ്സ് ആൻഡ് ദ ഒക്കുപ്പേഷണൽ ഗ്രൂപ്പ്സ്. ഇത് ആര് പറഞ്ഞതാണ്? ബർണിയർ ഫ്രഞ്ച് ട്രാവലറാണ്, ഫ്രഞ്ച് സഞ്ചാരി ആയ ബർണിയർ അവിടുത്തെ തൊഴിൽ കേന്ദ്രങ്ങളെയും നമ്മുടെ മധ്യകാല ഇന്ത്യയിലെ തൊഴിൽ കേന്ദ്രങ്ങളെയും തൊഴിൽ വിഭാഗങ്ങളെയും കുറിച്ച് വിവരിക്കുന്നതാണ് നമ്മളിപ്പോൾ മുകളിൽ വർക്ക്ഷോപ്സ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ അതിൽ മനസ്സിലാക്കിയത്. കാർഖാനാസ് വെയർ ദ സെൻറ്റേഴ്സ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സപ്ലൈഡ് ഗുഡ്സ് ഫോർ ദി പാലസസ് ഓഫ് ദി മുഗൾ കിങ്സ് ആൻഡ് നോബിൾസ്. അപ്പോൾ മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന കേന്ദ്രങ്ങളായിരുന്നു കാർഖാനകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വിച്ച് ഒക്കുപേഷണൽ ഗ്രൂപ്പ്സ് കുഡ് ബി ഫൗണ്ട് ഇൻ ദ കാർഖാനാസ്? ഈ കാർഖാനകളിൽ ഉണ്ടായിരുന്നത് ഏതെല്ലാം ജോലി ചെയ്യുന്നവരായിരുന്നു? എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നു, അതുപോലെ ഗോൾഡ് സ്മിത്ത്, ഡയേഴ്സ്, കോബ്ലർ ഇങ്ങനെയുള്ള ഡിഫറൻറ്റ് ജോലികൾ ചെയ്യുന്നവർ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അവിടുത്തെ സോഷ്യൽ ലൈഫ്, ജനജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാം.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പാർട്ട് 3 വീഡിയോയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.